ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു പുതിയ ഫോണ്ട് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ പുതിയൊരു ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് അക്ഷരങ്ങൾ പുതിയത് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ഗൈഡ് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്വശത്തും വരച്ച് വെച്ചിട്ടുണ്ട്. ആ രണ്ട് ലൈനിലും അറേഞ്ച് ചെയ്ത് എല്ലാ ലെറ്ററും വെക്കണം. ഇനി ഇത് ആദ്യത്തെ അക്ഷരം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഫയലിൽ എക്സ്പോർട്ട് അല്ലെങ്കിൽ കൺട്രോൾ ഇ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വിൻഡോയ്ക്കകത്ത് സേവ് ആസ് ടൈപ്പ് എന്നുള്ളടുത്ത് TT ട്രൂ ടൈപ്പ് ഫോണ്ട് എന്നുള്ള അത് സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ന്യൂ മലയാളം എന്നൊരു പേര് കൊടുത്ത് ഇത് സേവ് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെയുള്ള സെലക്റ്റഡ് ഉള്ളിൽ നിന്നുള്ള ചെക്ക് ബോക്സും കൂടി ടിക്ക് ചെയ്തിടുക. ഫാമിലി നെയിം എന്നുള്ളടുത്ത് നമ്മൾ ന്യൂ മലയാളം എന്ന് തന്നെ കൊടുക്കുന്നു. നമുക്ക് ആ എന്നുള്ള അക്ഷരം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ആ എന്നുള്ള അക്ഷരം ഏത് ലെറ്ററിലേക്കാണ് അസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ആ എന്ന അക്ഷരം നമ്മുടെ ക്യാപിറ്റൽ ലെറ്റർ എയ്ക്കകത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ എ സെലക്ട് ചെയ്യുന്നു. വീണ്ടും നമ്മൾ അടുത്ത ക്യാരക്ടർ എടുത്തിട്ട് ഫയലിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം സേവ് ചെയ്ത അതേ ഫോണ്ട് ഫയലിലേക്ക് തന്നെ സേവ് ചെയ്യും. ആദ്യം ചെയ്ത ക്യാരക്ടർ അവിടെ ഓൾറെഡി ഉണ്ടായിരിക്കുന്നതാണ്, അത് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ക്യാരക്ടർ അടുത്ത ലെറ്ററിലേക്ക് അസൈൻ ചെയ്യും. ഇനി ഇതുപോലെ ഓരോ അക്ഷരങ്ങളും അതുപോലെ കറക്റ്റായിട്ടുള്ള ഓരോ ക്യാരക്ടറിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഫോണ്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെ ഇരിക്കുമെന്നൊന്ന് നോക്കാം. നമ്മളിപ്പം ABCD ഈ 4 ക്യാരക്ടറിലേക്ക് മാത്രമേ ലെറ്റർ അസൈൻ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇതുപോലെ കോറൽ വഴി ഫോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇതിന് ചെറിയൊരു പോരായ്മയുണ്ട്. അതായത് ഓരോ ക്യാരക്ടറും അതിൻ്റെ വാല്യൂ ഏതാണെന്നും അത് ഏത് ക്യാരക്ടറിലേക്കാണ് മലയാളത്തിലുള്ള ഓരോ അക്ഷരങ്ങളും അസൈൻ ചെയ്യുന്നതെന്നുള്ളതും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. അതെല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അതുപോലെ തന്നെ യൂണിക്കോഡൊക്കെ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ക്യാരക്ടർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ പാടായിരിക്കും. എന്നാൽ ആസ്കി ഫോണ്ടും യൂണിക്കോഡ് ഫോണ്ടൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ആ സോഫ്റ്റ്വെയർ ഏതാണെന്നും അതെങ്ങനെ ചെയ്യാമെന്നുള്ളതും അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം.